59 വയസ്സുള്ള സുനിത വില്യംസ് എന്ന് പറയുന്ന ഇന്ത്യൻ വേരുകളുള്ള ഒരു സ്ത്രീ ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു 7-8 ദിവസത്തെ യാത്രയ്ക്ക് പോയതിന് ശേഷം അവിടെ കുടുങ്ങിപ്പോയി. പിന്നീട് 300 ദിവസം അവിടെ തങ്ങുകയും ഇപ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് വരാനുള്ള വഴിയൊരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യക്കാരെന്നല്ല, ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ബഹിരാകാശ യാത്ര നടത്തുകയും ധീരമായ ചുവടുവയ്പ്പുകൾ നടത്തുകയും ഒരുപാട് ദിവസം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ തങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള പ്രാക്ടീസും മാസങ്ങളോളമുള്ള മാനസികമായ തയ്യാറെടുപ്പുകളും ബന്ധുക്കളോടുമൊക്കെ പറഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനോട് കൂടിയാണ് പോയിട്ടുണ്ടാവുക. എന്നാൽ ലോകത്ത് ഒരു പ്രൈവറ്റ് കമ്പനി പുതിയതായിട്ട് കടന്നു വന്നപ്പോൾ അവരുടെ ബോയിങ് CST-100 എന്ന് പറയുന്ന സ്റ്റാർലൈനർ പേടകത്തിൻ്റെ പരീക്ഷണത്തിന് വേണ്ടി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ധൈര്യപൂർവ്വം പോയ 2 പേരായിരുന്നു അന്ന് കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി യാത്ര ചെയ്ത സുനിത വില്യംസും ബാരി വിൽമോറും. പക്ഷേ ആ CST-100 എന്ന് പറയുന്നത് സ്പേസ് എക്സിൻ്റെ കുത്തകയാക്കി വെച്ചിരുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് കമ്പനിയുടെ മാർഗത്തെ ചോദ്യം ചെയ്യലായിരുന്നു. എങ്കിലും സത്യത്തിൽ അതിന് ചില വെല്ലുവിളികളുണ്ടായി. അങ്ങനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആ ഒരു യാത്രയിൽ കൃത്യമായി തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചില്ല. അതായത് ലോഞ്ചിങ് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഡോക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുമ്പോഴാണ് ജൂൺ 6-ാം തീയതി ഒരു മേജർ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. സ്റ്റാർലൈനർ എന്ന് പറയുന്ന ആ ഒരു ഡോക്ക് ചെയ്യേണ്ട ഇവരിയ്ക്കുന്ന ഭാഗത്തെ ഹീലിയം ലീക്ക് സംഭവിച്ചിരിക്കുന്നു. അത് പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ കാര്യമായി ബാധിക്കുകയും നല്ല മാനുവറിങ്ങോടുകൂടി ഡോക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. എന്തായാലും ജീവൻ രക്ഷിക്കാനുള്ള മാർഗം എന്നുള്ള രീതിയിൽ ഒരുവിധം ആ ഒരു പേടകം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഡോക്ക് ചെയ്തു. ഭൂമിയിലിരുന്നു കൊണ്ട് നാസയുടെ എഞ്ചിനീയർമാർ പലതരത്തിലുള്ള ഡയഗ്നോസുകൾ ചെയ്യുന്ന സമയത്താണ് ഈ ഇഷ്യൂവിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. കൂടുതൽ ടെസ്റ്റുകളിലൂടെ ഇത് സുരക്ഷിതമായിട്ട് ഇവരെ 2 പേരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു പേടകമല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അവിടെ 2 ഓപ്ഷൻസാണെന്ന് നാസയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, സുനിത വില്യംസിനെയും ബാരി വിൽമോറിനെയും ഇമ്മീഡിയറ്റ്ലി ഭൂമിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അതിന് ടെക്നിക്കൽ ഇഷ്യൂ ഭൂമിയിൽ വന്നതിന് ശേഷം പരിഹരിക്കുക. 2, മറ്റേതെങ്കിലും ഒരു ആൾട്ടർനേറ്റ് മാർഗത്തിലൂടെ വേറെ ഒരു പേടകം വിക്ഷേപിച്ചിട്ട്, അതിപ്പോൾ സ്പേസ് എക്സിൻ്റെ തന്നെ ഫാൽക്കൺ റോക്കറ്റിൽ ഏതെങ്കിലും ഒരു പേടകം വിക്ഷേപിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു 2 മാർഗം. അതിലൊന്നാമത്തേത് ആത്മഹത്യാപരമായിരുന്നു. ചലഞ്ചർ അപകടവും ഇന്ത്യൻ വംശജയായ മറ്റൊരു യാത്രക്കാരി കൽപ്പന ചൗളയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കൊളംബിയ ദുരന്തവും കൺമുന്നിലുണ്ട്. കൊളംബിയ ദുരന്തത്തിൽ മുൻകൂട്ടി ഇതുപോലെ ചില അപകടങ്ങൾ മണത്തിട്ടും കാര്യമായ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതൽ എടുക്കാത്തതുകൊണ്ടാണ് കൽപ്പന ചൗള ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നൊരാരോപണം നാസയ്ക്കെതിരെ ഇപ്പോഴും ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ മിഷൻ സഡൻലി ഹോൾട്ട് ചെയ്യുകയാണ്. തിരിച്ചു വരാനുള്ള മിഷൻ ഹോൾട്ട് ചെയ്തിട്ട് എന്ത് വന്നാലും ബാരി വിൽമോറും സുനിത വില്യംസും ISS-ൽ ഇരുന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് ഗവേഷകരും സംഘവുമൊക്കെ എത്തിച്ചേർന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഒരു ടൂറല്ല. പ്രത്യേകിച്ച് മാസങ്ങളോളം അതിൽ നിൽക്കുക എന്ന് പറയുന്നത് കഠിനമായ ടാസ്ക്കാണ്. 2 പേർ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ, അവർക്ക് മുൻകൂട്ടി കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള ഹാർഡായിട്ടുള്ള പ്രാക്ടീസുകൾ, കൗൺസിലിങ്ങുകൾ, കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്യൽ, എന്ന് തിരിച്ചു വരും എന്ന് ഉറപ്പ് കൊടുക്കൽ, സാലറി, ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവർ ആസ്ട്രോനട്ടുകളും കോസ്മോനട്ടുകളും ഒക്കെ ആണെങ്കിലും അവർ മനുഷ്യരാണ്. പക്ഷേ അതെല്ലാം തന്നെ റദ്ദ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ടെക്നിക്കൽ ഇഷ്യൂ ആ 2 മനുഷ്യരെ കൊണ്ട് ചെന്ന് എത്തിച്ചത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു പ്രശ്നം മാനസികം ശാരീരികവുമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും അവിടുത്തെ കണ്ടീഷൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൂമിയിലുള്ള കണ്ടീഷൻസ് അല്ലല്ലോ. സോ അതിന് ആക്കം കൂടും. പ്രത്യേകിച്ചും മൈക്രോഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള സാഹചര്യമില്ല. ഇഷ്ടമുള്ള സപ്ലൈകൾ എത്തിച്ചേരണമെന്നില്ല, സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല, സമയം പോകാനുള്ള മാർഗ്ഗം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നവർക്ക് വരാം. സാധാരണ മസിൽ അട്രോഫി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് കൃത്യമായിട്ട് ഗ്രാവിറ്റിയിൽ നടക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ മസിലുകൾ റീറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഗുരുത്വാകർഷണ ബലമില്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷണൽ എഫക്റ്റിൻ്റെ സ്വാധീനം കുറവാണ്. അവിടെ 0 ഗ്രാവിറ്റിയാണ് അനുഭവപ്പെടുക. അങ്ങനെ ആകുമ്പോൾ ശരീരത്തിലെ മസിലുകൾ വീക്കൻ ചെയ്യാനായിട്ട് ആരംഭിക്കും. അതൊരു റിസർവ് മെത്തേഡാണ് നമ്മുടെ ബോഡിയിലുള്ള. അതുപോലെ തന്നെ ഗുരുത്വാകർഷണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഗ്രാവിറ്റി ഇല്ല. സോ കണ്ണിൽ ഉൾപ്പെടെയുള്ള ഫ്ലൂയിഡുകളുടെ ഡിസോറിയൻറ്റേഷൻ ആരംഭിക്കും. അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും ഫ്ലൂയിഡുകൾ പോകാൻ പാടില്ലാത്ത കുഴലുകളിലൂടെ സഞ്ചരിക്കും. ഇത് മുഖം വീർത്തു വരുന്നതിനും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നതിനും കാരണമാകും.
മാത്രമല്ല കാഴ്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ പെർമനൻ്റായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകളും എക്യുപ്മെൻറ്റുകളും എക്സസൈസ് മാർഗ്ഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ആൾറെഡി പോയവർക്ക് മുൻപ് പരിചയമുള്ളത് കൊണ്ട് അവർ അഡാപ്റ്റ് ചെയ്യുമെങ്കിലും കൃത്യമായ രീതിയിൽ ആ സമയത്തൊരു പ്രിപ്പറേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ അർജൻ്റ് അല്ലേ. അത്തരത്തിൽ കുടുങ്ങിപ്പോകുന്ന 2 പേർക്ക് അവിടെ കമ്പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സത്യത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആ സമയത്ത് 7ഓളം പേരുണ്ടായിരുന്നു. ഇവർ ഒരാഴ്ചത്തേക്ക് പോയിട്ട് സ്റ്റാർലൈനിൽ തിരികെ വന്നിട്ട് ഇത് നല്ല ഒരു പേടകമാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും അതിലൂടെ കൃത്യമായിട്ട് പുതിയൊരു പ്ലെയറിനെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് നാസ കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നല്ലോ സംഭവം. അങ്ങനെയാണെങ്കിൽ ഇത് 300 ദിവസത്തേക്ക് നീണ്ടുപോകാനുള്ള കാരണം എന്താണ്? പേഴ്സണൽ സ്പേസ് തീരെ കുറഞ്ഞ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇവരുടെ ഇൻട്രഡക്ഷനോടുകൂടി 9 പേരായി മാറി. ഏകദേശം 11 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു ലോങ് ടേമിൽ വർക്ക് ചെയ്യാൻ 7 പേർക്കാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സാധിക്കുക. പക്ഷേ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു. അവരുടെ സപ്ലൈകളെല്ലാം തന്നെ പുതിയ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്തു. അവരുടെ പുതിയ പ്ലാനുകൾ സെറ്റാക്കി എടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ പല കമ്പനികളും ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനുള്ള പ്ലാനുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ കഴിഞ്ഞ 300 ദിവസത്തിനിടയ്ക്ക് ഏകദേശം 150ഓളം പരീക്ഷണങ്ങൾ ചെയ്യാൻ സുനിത വില്യംസിനും വിൽമോറിനും സാധിച്ചു എന്നുള്ളത് സത്യത്തിൽ ഇത്തരത്തിൽ പെട്ടുപോകുന്ന സാഹചര്യത്തിൽ പോലും അഡാപ്റ്റ് ചെയ്യാനുള്ള ഗവേഷകരുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസമായപ്പോൾ 2 പേരെ കൂടി നാസ സ്പേസ് എക്സിൻ്റെ സഹായത്തോടു കൂടി ISSലേക്ക് എത്തിച്ചു. 4 പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന പേടകത്തിലാണ് 2 പേരെ കൊണ്ടുപോയത്. ബാക്കി 2 സീറ്റ് വേക്കൻ്റ് ആക്കിയിട്ടിരുന്നു. കാരണം അവർക്ക് തിരികെ വരാനുള്ളൊരു അർജൻസി ഉണ്ടാകുകയാണെങ്കിൽ എത്തിക്കാനുള്ള മാർഗമായിട്ടായിരുന്നു അത് ചെയ്തത്. പക്ഷേ ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനുകൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 7 പേരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു റീപ്ലേസിംഗ് പ്ലാൻ ഉണ്ടാകണമായിരുന്നു. സുനിത വില്യംസും ബാരി വിൽമോറും മാത്രമല്ല ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവർ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അവരെക്കാൾ കൂടുതൽ കാലം അവിടെ താമസിച്ച് പരീക്ഷണങ്ങൾ ചെയ്തവരും തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ഇഷ്യൂ ഉണ്ട്. ഇതൊരു എക്സ്റ്റെൻഡഡ് പരീക്ഷണമായിരുന്നു സ്റ്റാർലൈനറിൻ്റെ. ഇപ്പോൾ 2 പേര് പോകുന്നു, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പക്ഷേ അതൊരു ലോങ് ടൈം ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കുകയും അത്തരത്തിൽ ഷിഫ്റ്റ് വൈസായിട്ട് ജോബ് കൈമാറി വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഉണ്ടായപ്പോൾ കുറച്ചുകൂടി എന്നാൽ പിന്നെ ഇവരിവിടെ നിൽക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് നാസ എത്തുകയും ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഈഗോ ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്പേസ് എക്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് കമ്പനിയാണ്. സ്റ്റാർലൈനർ സ്പേസ് എക്സുമായി മത്സരിച്ചിട്ട് സ്പേസ് എക്സിന് കിട്ടുന്ന അവസരങ്ങൾ കൂടി തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാസയുമായി കരാർ ഒപ്പിട്ടിട്ട് പെട്ടെന്നൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് ISSലേക്ക് എത്താൻ വേണ്ടി ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്ത കമ്പനിയാണ്. അപ്പോൾ അവർ കൊണ്ടുപോയ ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേറൊരു കമ്പനിയെ വിളിക്കുമ്പോൾ അവിടെ കോൺട്രാക്ട് ബേസ്ഡ് ഇഷ്യൂസും സ്റ്റാർലൈനിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ പരിഗണിച്ച് നോക്കിയപ്പോൾ ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം, എന്നാൽ അവർ നിൽക്കുന്ന സമയം വരെ നിൽക്കട്ടെ എന്നായി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇലൺ മസ്കിനോട് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവരണം എന്നൊരു കമാൻഡ് ചെയ്തതായിട്ട് വാർത്തകൾ കണ്ടു. അത് ട്രംപിൻ്റെ ന്യൂസ് ആയതുകൊണ്ട് പേഴ്സണലി ട്രംപ് പറയുന്ന എല്ലാ കാര്യവും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടും അത് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാലം എടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൃത്യമായിട്ടിപ്പോൾ 4 പേർ അങ്ങോട്ട് പോയിട്ട് ബാക്കി 4 പേർ തിരികെ വരുന്ന കൂട്ടത്തിൽ സുനിത വില്യംസും ബാരി വിൽമോറും ഉണ്ട്. അപ്പോൾ 2024 സെപ്റ്റംബർ 28 അവിടെ എത്തിയ മിഷൻ്റെ ഭാഗമായിട്ടല്ല അവർ തിരികെ വരുന്നത്. 2025 മാർച്ച് 16 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിക്ഷേപിച്ച സ്പേസ് എക്സിൻ്റെ പുതിയ ഫാൽക്കൺ റോക്കറ്റിലുള്ള 4 പേരെ അവിടെ റീപ്ലേസ് ചെയ്തതിന് ശേഷം മാർച്ച് 19 ഡ്രാഗണിൻ്റെ ലാൻഡർ മൊഡ്യൂളിൽ സുനിത വില്യംസും ബാരി വിൽമോറും ഉൾപ്പെടെ അതിലുള്ള ബാക്കി 2 പേരെയുടെ ചേർത്തുകൊണ്ട് പുതിയൊരു ടീം തിരികെ വരും. അവിടെ കറക്റ്റ് 7 പേരെ അവശേഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തിരിച്ചു വരലാണ്. പക്ഷേ നമ്മൾ നിരന്തരം അത് ചെയ്യുന്നുണ്ട്. സോ വളരെ സുരക്ഷിതമായിട്ട് തിരികെ വരിക എന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും 300 ദിവസം, അതായത് 10 മാസം 2 പേർ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവരുടെ പ്രായം കണക്കാക്കുമ്പോഴും മാത്രമല്ല ഏത് പരീക്ഷണത്തിന് ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് പോയത്, അവിടെ ട്രാപ്പായി പോയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ആക്ച്വലി വല്ലാത്ത മനസാന്നിധ്യവും ഒക്കെ വേണം. കാരണം അവരുടെ ആ ഒരു കോലം കണ്ടാൽ നമുക്കറിയാം എത്രമാത്രം ക്ഷീണിച്ചു, പ്രിപ്പറേഷനും ഇല്ലാതെയൊക്കെയാണ് പോയത്. ശരീരത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടായി. തിരികെ വരുന്ന സമയത്ത് ദിവസങ്ങളോളം കൃത്യമായി 2 കാലിൽ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള മസിൽ അട്രോഫിയും കാലിൻ്റെ എല്ലുകളുടെ ഡെൻസിറ്റി കുറഞ്ഞ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇവരെ 2 പേരെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് 10 മാസത്തിന് ശേഷം പിന്നെയും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ 2 പേർക്കും ഉണ്ടാവുക. വെറും 7 ദിവസത്തേക്ക് പോയി പരീക്ഷണങ്ങൾ കഴിഞ്ഞ് സുരക്ഷിതമായി തിരികെ വന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലിക്കും മറ്റുള്ളവർക്കും ടാറ്റ പറഞ്ഞു പോകുന്നവർ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ട്രാപ്പായി പോകുന്നത് ആരെയാലും വിഷമിപ്പിക്കില്ല. എന്തായാലും ഇതൊരു പുതിയ വെല്ലുവിളി നേരിടാനുള്ളൊരു സംഗതിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സ്പേസിൽ
അല്പം പ്രശ്നങ്ങളുണ്ടായാലും കുറച്ചു കാലം കൂടി 2 മനുഷ്യരെ ജീവനോടെ നിലനിർത്താൻ കഴിയുമെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നും ഒരു എമർജൻസി ആയിട്ടുള്ള സംവിധാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാൻ കഴിയും എന്നുള്ളതിനുള്ള തെളിവാണ് ഈ സുനിത വില്യംസിൻ്റെ റിട്ടേണിങ്ങിലൂടെ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ മറ്റൊരു വെർഷൻ കൽപ്പന ചൗളയുടെ കൊളംബിയ ദുരന്തത്തിന് മുൻപ് നാസ റീതിങ്ക് ചെയ്തിട്ട് അവർ തിരിച്ചു വരുന്നത് സുരക്ഷിതമല്ല, പേടകത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ബാക്കപ്പ് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ, അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അന്നൊരു ബാക്കപ്പ് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ അന്ന് മരണപ്പെട്ട 7 പേരുടെ ജീവൻ കൂടി തിരിച്ചു പിടിക്കാൻ നാസയ്ക്ക് ഒരു പക്ഷേ കഴിയുമായിരുന്നു എന്നുള്ളൊരു പാഠം കൂടി ഈ ഒരു സംഭവം നമുക്ക് തരുന്നുണ്ട്. എന്തായാലും ശുഭകരമായ വാർത്തകൾ ഉണ്ടാകട്ടെ. 10 മാസമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ശുഭകരമായിട്ടുള്ള ന്യൂസാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം. കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകണം, പക്ഷേ സുരക്ഷിതമായി തിരിച്ചെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും മികച്ച കാര്യം. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ